ആകാശയുദ്ധങ്ങളുടെ ചരിത്രം മാറ്റിയെഴുതിയ ഒരൊറ്റ പേരേയുള്ളൂ, F-35 ലൈറ്റ്നിംഗ് സെക്കൻഡ്. ഇതിൽ തന്നെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പറന്നുയരാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പതിപ്പാണ് F-35C. ഇത് വെറുമൊരു വിമാനമല്ല, അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ തലച്ചോറിൽ വിരിഞ്ഞ ഏറ്റവും ചിലവേറിയതും മാരകവുമായ സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ്. 1990കളിൽ ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്റർ എന്ന പദ്ധതിയായാണ് ഇതിന്റെ തുടക്കം. ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ കരാറുകാരായ ലോക്ഹീഡ് മാർട്ടിനാണ് ഈ അത്ഭുത യന്ത്രത്തിന്റെ സൃഷ്ടാക്കൾ. 2006ൽ ആദ്യമായി ആകാശമുയർന്ന ഈ വിമാനം നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ 2019ലാണ് US നേവിയിൽ ഔദ്യോഗികമായി സേവനമനുഷ്ഠിച്ചത്, അല്ലെങ്കിൽ സേവന സജ്ജമായത്. എന്താണ് F-35Cയെ ലോകത്തിലെ മറ്റ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ഇതിന്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ തന്നെയാണ്. റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ ശേഷിയുള്ള പ്രത്യേക ആകൃതിയും റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന സവിശേഷമായ പെയിന്റും ഇതിന്റെ പ്രത്യേകതയാണ്. ശത്രുവിന്റെ റഡാർ സ്ക്രീനിൽ ഒരു ചെറിയ പക്ഷിയുടെ വലുപ്പത്തിൽ മാത്രമേ ഈ ഭീമൻ വിമാനം തെളിയുകയുള്ളൂ. F-35ന്റെ 3 പതിപ്പുകളിൽ അഥവാ A-B-C വെച്ച് ഏറ്റവും വലിയ ചിറകുകളുള്ളതും ഇന്ധനശേഷിയുമുള്ളത് C മോഡലിനാണ്. കടലിലെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരത്തിൽ പറന്നുയരാനും സുരക്ഷിതമായി തിരിച്ചിറങ്ങാനും ഇതിന്റെ കരുത്തുറ്റ ലാൻഡിംഗ് ഗിയറുകൾ സഹായിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇതൊരു സെൻസർ ഫ്യൂഷൻ അത്ഭുതമാണ്. പൈലറ്റിന് വിമാനത്തിന്റെ അടിഭാഗത്തുകൂടെ പോലും കാണാൻ സഹായിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് അപ്പർച്ചർ സിസ്റ്റം ഇതിലുണ്ട്. പൈലറ്റ് ധരിക്കുന്ന പ്രത്യേക ഹെൽമെറ്റിൽ വിമാനത്തിന് ചുറ്റുമുള്ള സകല കാഴ്ചകളും 360 ഡിഗ്രിയിൽ തെളിയും. അതായത് വിമാനത്തിന്റെ തറയിലൂടെ താഴേക്ക് നോക്കിയാൽ പൈലറ്റിന് മേഘങ്ങളെയും ശത്രുലക്ഷ്യങ്ങളെയും കാണാൻ കഴിയും. AN/APG-81 എന്ന അത്യാധുനിക റഡാർ സംവിധാനം ഉപയോഗിച്ച് ഒരേ സമയം ഒന്നിലധികം ശത്രു വിമാനങ്ങളെയും ഭൂമിയിലെ ലക്ഷ്യങ്ങളെയും തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഇനി ഇതിന്റെ ചിലവിനെ കുറിച്ച് കേട്ടാൽ ആരും ഒന്നു ഞെട്ടും. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ ഒരു ആയുധ പദ്ധതിയാണിത്. ഏകദേശം $1.7 ട്രില്യൺ ആണ് ഈ പദ്ധതിയുടെ ആകെ ചിലവ് എന്ന് കണക്കാക്കപ്പെടുന്നു. ഒരൊറ്റ F-35C വിമാനത്തിനു മാത്രം ഏകദേശം $100 മില്യൺ അഥവാ ഏകദേശം 850 കോടി രൂപ വില വരും. ഇതിന്റെ പ്രവർത്തന ചിലവും വളരെ കൂടുതലാണ്. 1 മണിക്കൂർ ആകാശത്ത് പറത്താൻ മാത്രം ഏകദേശം $30,000 അഥവാ 25 ലക്ഷം രൂപയിലധികം ചെലവാകും. ലോകത്തിലെ 10 രാജ്യങ്ങൾ ചേർന്നാണ് ഇതിന്റെ വികസനത്തിന് പണം മുടക്കിയത്. അമേരിക്കയെ കൂടാതെ UK, ഇറ്റലി, നെതർലാൻഡ്സ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാണ്. എന്നാൽ ഇത്രയേറെ സവിശേഷതകൾ ഉണ്ടെങ്കിലും ഒരു വലിയ ചോദ്യം ലോകത്തിന് മുന്നിലുണ്ട്. ഈ വൻ സാങ്കേതിക വിദ്യയ്ക്ക് ഒരു ശത്രു രാജ്യത്തെ പൂർണ്ണമായും തോൽപ്പിക്കാനാവുമോ? ആധുനിക യുദ്ധങ്ങളിൽ സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പങ്കുണ്ടെങ്കിലും കേവലം ആകാശത്തെ ആധിപത്യം കൊണ്ട് മാത്രം ഒരു യുദ്ധം വിജയിക്കുക എളുപ്പമല്ല. ചൈനയും റഷ്യയും ഇതിനെ പ്രതിരോധിക്കാനുള്ള അത്യാധുനിക റഡാറുകളും വിമാനങ്ങളും ഉദാഹരണത്തിന് J-20 Su-57 വികസിപ്പിച്ചു കഴിഞ്ഞു. ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഈ പുതിയ കാലത്ത് ഇത്രയും ചെലവേറിയ വിമാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നതിൽ സൈനിക വിദഗ്ധർക്കിടയിൽ പോലും ഭിന്നതകളുണ്ട്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ആകാശത്ത് അദൃശ്യനായി വന്ന് ശത്രുവിന്റെ നെഞ്ചിൽ പ്രഹരമേൽപ്പിക്കാൻ F-35Cയോളം കരുത്തൻ വേറെയില്ല. ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കുന്ന ഈ വിമാനം വരാനിരിക്കുന്ന യുദ്ധങ്ങളിൽ നിർണായകമാകുമെന്നതിലും സംശയമില്ല. സാങ്കേതിക വിദ്യയുടെ ഈ പടക്കുതിരയ്ക്ക് ലോകത്തെ മുട്ടുകുത്തിക്കാനാവുമോ, അതോ ഇത് ശതകോടികൾ വെള്ളത്തിലൊഴുക്കുന്ന ഒരു പരാജയമായി മാറുമോ? കാലം അതിന് ഉത്തരം നൽകും.